നമസ്കാരം. എല്ലാവർക്കും സുഖമാണല്ലോ? എൻ്റെ കഴിഞ്ഞ വീഡിയോസ് എല്ലാവരും കണ്ടിരിക്കുമെന്ന് കരുതുന്നു. കാണാത്തവർ കാണാൻ ശ്രമിക്കുക. കാരണം എൻ്റെ ഇന്നത്തെ വീഡിയോ അതിൻ്റെ തുടർച്ചയാണ്. ഇന്ന് നാം നോക്കാൻ പോകുന്ന ബൈബിൾ ഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 14-ാം അധ്യായമാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം. സാബത്ത് ദിനത്തിൽ യേശു ഒരു വീട്ടിൽ ഭക്ഷണത്തിന് പോയതായി വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അത് ആരുടെ വീടാണ്? ഉത്തരം ഫരിസേയ പ്രമാണികളിൽ ഒരുവൻ്റെ. അത് 14-ാം അധ്യായം 1-ാം വാക്യത്തിലാണ് ഉള്ളത്. രണ്ടാമത്തെ ചോദ്യം. സാബത്തിൽ രോഗശാന്തി നൽകുന്നത് അനുവദനീയമോ അല്ലയോ? ആരോട് ചോദിച്ചു? ഉത്തരം യേശു നിയമജ്ഞരോടും ഫരിസേയരോടും ചോദിച്ചു. അത് 14-ാം അധ്യായം 3-ാം വാക്യത്തിലാണ് ഉള്ളത്. മൂന്നാമത്തെ ചോദ്യം. യേശു ചോദിച്ച ഏതു ചോദ്യത്തിനാണ് നിയമജ്ഞർക്കും ഫരിസേയർക്കും മറുപടി പറയാൻ സാധിക്കാതിരുന്നത്? ഉത്തരം സാബത്തിൽ തൻ്റെ പുത്രനോ കാളയോ കിണറ്റിൽ വീണാൽ ഉടൻ പിടിച്ചു കയറ്റാത്തവരായി ആരുണ്ട് എന്ന ചോദ്യം. അത് 14-ാം അധ്യായം 5-ാം വാക്യത്തിലാണുള്ളത്. നാലാമത്തെ ചോദ്യം. നീ ഒരു സദ്യ നടത്തുമ്പോൾ ആരെ വിളിക്കണമെന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം ദരിദ്രർ, വികലാംഗർ, മുടന്തർ, കുരുടർ. അത് 14-ാം അധ്യായം 13-ാം വാക്യത്തിലാണ് ഉള്ളത്. അഞ്ചാമത്തെ ചോദ്യം. എന്തെന്നാൽ പകരം നൽകാൻ അവരുടെ പക്കൽ ഒന്നുമില്ല. ആരുടെ പക്കലാണ് പകരം നൽകാൻ ഒന്നുമില്ലാത്തത്? ഉത്തരം ദരിദ്രർ, വികലാംഗർ, മുടന്തർ, കുരുടർ എന്നിവരുടെ പക്കൽ. അത് 14-ാം അധ്യായം 14-ാം വാക്യത്തിലാണ് ഉള്ളത്. ആറാമത്തെ ചോദ്യം. വിരുന്നിൻ്റെ ഉപമയിൽ ക്ഷണിക്കപ്പെട്ട 3 പേർ എന്തൊക്കെ ഒഴികഴിവുകളാണ് പറഞ്ഞത്? ഉത്തരം ഒന്നാമൻ വയൽ വാങ്ങി അത് പോയി കാണണം. രണ്ടാമൻ 5 ജോഡി കാളകളെ വാങ്ങി അവയെ പരീക്ഷിക്കണം. മൂന്നാമൻ എൻ്റെ വിവാഹം കഴിഞ്ഞതേയുള്ളൂ, അതിനാൽ നിവൃത്തിയില്ല. ഇത് 14-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ കാണാൻ സാധിക്കും. ഏഴാമത്തെ ചോദ്യം. തൻ്റെ ശിഷ്യനായിരിക്കണമെങ്കിൽ ആരെയൊക്കെ വെറുക്കണമെന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം സ്വന്തം പിതാവിനെയും മാതാവിനെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും സ്വജീവനെ തന്നെയും. അത് 14-ാം അധ്യായം 26-ാം വാക്യത്തിലാണ് ഉള്ളത്. എട്ടാമത്തെ ചോദ്യം. നീ പട്ടണത്തിൻ്റെ തെരുവുകളിലും ഊടുവഴികളിലും ചെന്ന് ദരിദ്രരെയും വികലാംഗരെയും കുരുടരെയും മുടന്തരെയും ഇവിടെ കൂട്ടിക്കൊണ്ടുവരിക. ആരോട് പറഞ്ഞു? ഉത്തരം ഗൃഹനാഥൻ ദാസനോട് പറഞ്ഞു. അത് 14-ാം അധ്യായം 21-ാം വാക്യത്തിലാണ് ഉള്ളത്. ഒൻപതാമത്തെ ചോദ്യം. ഗോപുരം പണിയാൻ ഇച്ഛിക്കുന്നവൻ അടിത്തറ കെട്ടിക്കഴിഞ്ഞ് അത് പൂർത്തിയാക്കാൻ കഴിയാതെ വരുമ്പോൾ കാണുന്നവർ എങ്ങനെയാണ് അവനെ ആക്ഷേപിക്കുന്നത്? ഉത്തരം ഈ മനുഷ്യൻ പണി ആരംഭിച്ചു, പക്ഷേ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അത് 14-ാം അധ്യായം 30-ാം വാക്യത്തിലാണ് ഉള്ളത്. പത്താമത്തെ ചോദ്യം. മണ്ണിനോ വളത്തിനോ ഉപകരിക്കാതെ മനുഷ്യൻ വലിച്ചെറിയുന്നത് എന്തിനെയാണ്? ഉത്തരം ഉറകെട്ടുപോയ ഉപ്പിനെ. അത് 14-ാം അധ്യായം 35-ാം വാക്യത്തിലാണ് ഉള്ളത്. ഇന്ന് നാം കണ്ട ചോദ്യോത്തരങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇന്നത്തെ ചോദ്യോത്തരങ്ങൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടുന്നതായിരിക്കും. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക. ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. എങ്കിൽ മാത്രമേ നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, പ്രാർത്ഥിക്കുക. താങ്ക് യു.